പൂജാർപ്പണം. യേശുവേ നിൻ തിരുമുൻപിൽ എല്ലാം മറന്നിടാം, എല്ലാം വെടിഞ്ഞിടാം. നിൻ തിരുമുൻപിൽ പൂജാർപ്പണം, പൂജാർപ്പണം, മമ പൂജാർപ്പണം. യേശുവേ നിൻ തിരുമുൻപിൽ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾക്കൊപ്പം കണ്ണുകളടയ്ക്കാം. പ്രതീക്ഷയുടെ ദിനമാണ് ഇന്ന്. പ്രതീക്ഷയുടെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സഹനങ്ങളും വേദനകളും എല്ലാം കഴിഞ്ഞ് ഒരു മൂന്നാം നാൾ ഒരു പ്രതീക്ഷയുണ്ടെന്ന് കർത്താവ് നൽകുകയാണ്. നമ്മൾ കടന്നു പോകുന്ന നിരാശയുടെയാകും, വേദനയാകും, എല്ലാം കർത്താവിൽ സമർപ്പിക്കാം. ദൈവം നന്മയ്ക്കായി പരിണമിക്കുമെന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തെ ദൈവഹിതത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ആ ജീവിതം നന്മയായി പരിണമിച്ചു എന്നുള്ളത് നമ്മുടെയും കൊടുത്ത് സമർപ്പിക്കാം. നിയോഗങ്ങളെ സമർപ്പിക്കാം. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് വിശുദ്ധമായ ബലിയിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം, പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത നിന്റെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്റെ ഉദ്ധാന രഹസ്യം ആഘോഷിക്കുന്നതിനും അതിന് ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിതരും പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ഉദ്ധാനത്തിന്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങളെ യുഗതാപൂർവം പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, നിന്റെ ഉത്ഥാനത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദരവം മുഴക്കുവിൻ. ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ അതിർക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവന്റെ രാജാവാണ്, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മുമ്പിൽ വാഴുന്നു, അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. കർത്താവ് ഉന്നതനാണ്, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഉയർത്തെഴുന്നേറ്റ് കർത്താവേ, നിന്റെ ഉത്ഥാനത്തിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ലോകരക്ഷകനായ മിശിഹായ ലോകം മുഴുവൻ നിന്റെ സമാധാനത്തിൽ നിറയട്ടെ. നിന്റെ പരിശുദ്ധമായ സ്ലീഹായാൽ നിന്റെ സഭയെ ശക്തിപ്പെടുത്തുകയും അവളുടെ സന്താനങ്ങളെ നിന്റെ കൃപയാൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാ സമയവും സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഉന്നതവാനിടമേ വാതിൽ തുറക്കുക നീ, മംഗളദീപവുമായി മന്നവനണയുന്നു. ഉന്നതവാനിടമേ വാതിൽ തുറക്കുക നീ, മംഗളദീപവുമായി മന്നവനണയുന്നു. നിത്യമനോഹരനാ നിർമ്മല ദേവസുതൻ വെള്ളി വെളിച്ചത്തിൽ മുങ്ങി വിളങ്ങുന്നു. ഉന്നതവാനിടമേ വാതിൽ തുറക്കുക നീ, മംഗളദീപവുമായി മന്നവനണയുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്നു അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 60 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും
അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കുക. അവർ ഒരുമിച്ച് കൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സമൂഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും ഏഭായിലെയും ഒട്ടകക്കൂട്ടന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻ പറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. നെബായോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാം വിധം അവ നിന്റെ ബലിപീഠത്തിൽ വരും. എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ദൈവമായ കർത്താവിനെ സ്തുതി. സഹോദരി, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ കർത്താവായി ശ്രദ്ധിക്കണമേ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെടാനായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെടുവാനായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപം പൂർണ്ണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുന്നെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. വചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീര് വായിക്കുന്ന വചനം. തിരയെ മുറിച്ചെത്തും ചെറുവഞ്ചി പോലെ കടലകളിൽ ഒഴുകി വരും വചനം. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കു സ്തുതി. അധ്യായം 28 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അന്വേഷിച്ചിറങ്ങുന്നവനാണ് കർത്താവിനെ ദർശിക്കാൻ സാധിക്കുക. മഗ്ദലന മറിയം അതുപോലെ കൂട്ടുകാരികളും യേശുവിനെ അന്വേഷിച്ചിറങ്ങി. ആ അന്വേഷണമാണ് കർത്താവിനെ ദർശിക്കാൻ അവർക്ക് സാധിച്ചത്. നമ്മൾ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അന്വേഷിച്ചിറങ്ങുന്നവരും കൂടിയാകണം. സക്കേവോസ് ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. യേശുവിനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആഗ്രഹമായിരുന്നു സക്കേവസിനെ ജനക്കൂട്ടത്തിൻ്റെ മുമ്പേ ഓടാൻ സാധിച്ചത്. മുമ്പേ ഓടി അവൻ മരത്തിൽ കയറി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ അന്വേഷിച്ചിറങ്ങാൻ. 2, ജീവിതത്തിലെ ഏത് ഭയങ്ങളെയും ഇല്ലാതാകാൻ അന്വേഷിച്ചിറങ്ങുന്നവനെ സാധിക്കുമെന്നുള്ളതാണ്. കാരണം അവ അന്വേഷിച്ചിറങ്ങുന്നത് അത്രയും ശക്തനായ കർത്താവിൻ്റെ അരികിലേക്കാണ്. ആ കർത്താവ് അവൻ്റെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുമെന്ന് ഉറച്ച വിശ്വാസം. അവരുടെ ആദ്യം പറഞ്ഞ ബാക്കി ഇതാണ്: ഭയപ്പെടേണ്ട.
ആ അന്വേഷിച്ചിറങ്ങിയ മഗ്ദല മറിയത്തോടും അതുപോലെ മറ്റെല്ലാ സഹോദരിമാരോടും പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൂതൻ പറഞ്ഞതാ. നമ്മളോടും കർത്താവ് പറയാം, ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലും നീ കടന്നു പോകുമ്പോൾ നിന്റെ കർത്താവിനെ നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിനെ കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്, അവൻ്റെ ബലിപീഠത്തെ കെട്ടിപ്പിടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. ബലിപീഠത്തിൽ നിന്ന് കരങ്ങൾ മാറിപ്പോകാതിരിക്കട്ടെ, ബലിപീഠത്തിൽ നിന്ന് ഹൃദയം മാറിപ്പോകാതിരിക്കട്ടെ. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കട്ടെ എന്നുള്ളതാണ്. ഒരു വേദന വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അയൽക്കാരൻ്റെ വീട്ടിലേക്കല്ല, അല്ലെങ്കിൽ നമ്മൾ സഹോദരന്മാരുടെ വീട്ടിലേക്കൊന്നല്ല ഓടേണ്ടത്. നീ ഓടേണ്ടത് ഈ ബലിപീഠത്തിലേക്ക്. ബലിപീഠത്തെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കിടക്കണം, കെട്ടിപ്പിടിച്ച് കിടന്ന് കരയണം. ഈ ദിവികാരനത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നവനെ കർത്താവ് കൈപ്പിടില്ല. അവനോട് പറയാ ഭയപ്പെടില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, കാവൽക്കാർക്ക് ദൈവത്തെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവർ വിറവുണ്ട് എന്നുള്ളത്. അവർക്കല്ലേ കാണാൻ പറ്റുന്ന. ഏറ്റവും അടുത്തിരിക്കുന്നവർക്ക് പലപ്പോഴും കാണാതെ പോകുന്നു. നമ്മളെ അടുത്തിരിക്കുന്ന വ്യക്തികളെ പക്ഷേ ദൈവത്തെ കാണാതെയാണ് പോകുന്നത് എന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. അർത്ഥവത്തായ ഒരു ചിന്തയാണ്. കാരണം അടുത്തിരുന്നത് കൊണ്ട് കാര്യമില്ല. ഉള്ള് കർത്താവിന് കൊടുക്കുന്നവർക്ക് മാത്രമേ കർത്താവിനെ കാണാൻ പറ്റുള്ളൂ. കുറേ സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കും അതുപോലെ പല കാര്യങ്ങൾക്കുമായി കർത്താവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അർത്ഥവത്തായ ഒരു കാര്യമാണ്. ആ കാവൽക്കാർക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു കാര്യമായിരുന്നത് അവരുടെ ജോലിയായിരിക്കാം അത്. പക്ഷേ ഈ ജോലിയേക്കാൾ അപ്പുറമായിട്ട് ഇത് കിടക്കുന്ന രക്ഷയുടെ അടയാളമായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ആ കാവൽക്കാർക്ക് രക്ഷയുടെ ഒരു ചൈതന്യം കിട്ടിയേനെ. പക്ഷേ അവർക്കത് കിട്ടിയില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതുപോലെ ഒരു കാവൽക്കാരായി മാറുന്നുണ്ടോ? വെറുതെ ഒരു കാവൽക്കാര് സക്കാരിയുടെ അടുത്ത് വന്ന് കാവലൊക്കെ നിന്ന് നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. എന്നാൽ എനിക്ക് എൻ്റെ ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ പറ്റുന്നുണ്ടോ? എത്രയോ പേർക്ക് ഈ വഴിയിൽ, കുരിശിന്റെ വഴിയിലൂടെ നടന്നുപോയ വ്യക്തികൾക്ക് എത്രയോ പേർക്ക് അനുഗ്രഹം ലഭിച്ചത്. വെറോനിക്ക, അവൾക്ക് കിട്ടിയില്ലേ? നല്ല കള്ളൻ പറുദീസ കരസ്ഥമാക്കിയില്ലേ? ഇങ്ങനെ എത്രയോ പേരാണ് കർത്താവിനെ അനുഗ്രഹത്തിൻ്റെ നിമിഷമാക്കി മാറ്റിയത്. എന്നാൽ എത്രയോ പേരാണ് ഇത്രയും അടുത്ത് കിട്ടിയിട്ട് പോലും അനുഗ്രഹമാക്കാതെ പോയത്. നമ്മളും അനുഗ്രഹമാക്കാതെ പോകുന്ന വ്യക്തികളാണോ എന്ന് ആത്മശോധന ചെയ്യുന്ന നല്ലതാണ്. വെറുതെ ഒരു കാവൽക്കാരായി മാത്രം മാറുന്നുണ്ടോ? അല്ലെങ്കിൽ മഗ്ദല മറിയത്തെ പോലെയും സഹോദരിമാരെ പോലെയും അന്വേഷിച്ചിറങ്ങുന്നവരാണോ എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കാം. ഈ നോമ്പ് കഴിയുമ്പോൾ, ഈ പ്രതീക്ഷയുടെ തിരുനാൾ ദിവസത്തിൽ അന്വേഷിച്ചിറങ്ങുന്ന വ്യക്തികളായിട്ട് മാറാം. ഇതോടുകൂടി ദേവാലയത്തിൽ പോകുന്ന നിർത്തരുത്. ഈ നോമ്പ് കഴിയുന്നതോടുകൂടി ദേവാലയത്തിൽ പോകുന്ന നിർത്തരുത്. അന്വേഷിച്ചിറങ്ങണം. അത് എനിക്ക് കിട്ടിയ ആ ഊർജം ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. അന്വേഷിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കാം. സാബത്തിനു ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദല മറിയയും മറ്റേ മറിയയും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. എനിക്കറിയാം, അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക്, ഭയങ്ങളിലേക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരട്ടെ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് 3 തവണ പറയുമ്പോൾ ഹല്ലേലൂയ 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 എന്ന് ഉറക്കെ നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ സഹനങ്ങളില്ലാതാക്കാൻ, വേദനകളില്ലാതാക്കാൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ചവനല്ല, ഉത്ഥാനം ചെയ്തിരിക്കുക. ഏറ്റവും വിശ്വാസത്തോടെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ സത്യം നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ ഏറ്റുപറയുക. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം, ഇതാണ് നമ്മുടെ വിശ്വാസ സത്യം. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റു നാഥൻ ഉയർത്തെഴുന്നേറ്റു,
വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു, നാഥനുയർത്തെഴുന്നേറ്റു. വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. കുരിശിലേറിയവൻ, മൃതനായി കബറടങ്ങിയവൻ, കതിരിനുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു, നാഥനുയർത്തെഴുന്നേറ്റു. വിജയലാളിതനായി നാഥനുയർത്തെഴുന്നേറ്റു. ക്രിസ്തുസ പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫൽ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ തിരുപ്പതധ്യക്ഷനായ മാറാൻഡ്രസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യത്തിരകത്താൽ തിരഞ്ഞെടുത്ത ഇടിച്ചുകണമായ ജനം മുഴുവന്റെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സകലനാഥനായ ദൈവത്തിന്റെ കൃപാസമരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നൽകാം സർവ്വവുമേ ദൈവമേ, എല്ലാം നിൻ ദാനമല്ലേ. നൽകാം സർവ്വവുമേ ദൈവമേ, എല്ലാം നിൻ ദാനമല്ലേ. പ്രപഞ്ചത്തിൻ ശില്പിയല്ലേ നീയൻ, ഹൃദയത്തിൻ നാഥനല്ലേ. പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വേദനകളെയും ദൈവങ്ങളെ സമർപ്പിക്കാം. വേദനകളെയും രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന കർത്താവ് ദാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായിട്ട് മകനിൽ സമർപ്പിക്കാം, എൻ്റെ യേശുവിൽ സമർപ്പിക്കാം. യേശുവേ, എല്ലാം ചേർത്ത് വയ്ക്കുക. ഞങ്ങൾ സന്തോഷിക്കുക, ഞങ്ങൾ ഇനി ഭയപ്പെടില്ല, നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിക്കുക. എല്ലാ കാര്യങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥകളെയും ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ ദുശീലങ്ങൾ, യുവജനങ്ങൾ, കുഞ്ഞുമക്കൾ വിദേശങ്ങളിലായിരിക്കുന്നവർ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിന്റെയും മറിയത്തിന്റെയും പിതാവിന്റെ സ്മരണായ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ അർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ
സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യാന്തരികതാൽ അനുഗ്രഹിക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുക ഞങ്ങളെ ചിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയപ്രതിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥൻ വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ജരാചര കർത്താ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ.
സമാധാനം നമ്മോട് കൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും എല്ലാ അശുദ്ധതയിലും, ദുഷ്ടതയിലും ദുഷ്ടതയിലും, അസൂയയിലും അസൂയയിലും, വഞ്ചനയിലും വഞ്ചനയിലും, വിദ്വേഷത്തിലും വിദ്വേഷത്തിലും, അഹങ്കാരത്തിലും അഹങ്കാരത്തിലും, പിടിവാസികളിൽ നിന്ന് പിടിവാശികളിൽ നിന്ന് വിമുക്തമാക്കണമേ. വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും സ്നേഹവും ഐക്യവും ഞങ്ങളുളവാക്കണമേ. ഞങ്ങളെ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആത്മധൈര്യം ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ കൃപയന്മാരോടും സ്രഫയന്മാരോടും ചേർന്നതിനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രുതിരെ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ഓശാന പരിശുദ്ധൻ ഓശാന, നിത്യമഹോന്നതൻ ഓശാന. ഓശാന ഓശാന പരിശുദ്ധൻ ഓശാന, നിത്യമഹോന്നതൻ ഓശാന. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ പാടുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ പാടുന്നു. മണ്ണും വിണ്ണും അനവരതം ഒരുമയുടങ്ങയെ വാഴ്ത്തുന്നു. മണ്ണും വിണ്ണും അനവരതം ഒരുമയുടങ്ങയെ വാഴ്ത്തുന്നു. ഓശാന 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 ഓശാന. കർത്താവാധിപമേ, സ്വർഗനങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനോട് കൽപ്പിച്ചു പോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കണ്ണുകളടയ്ക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളേർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരു ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കസയുമെടുത്ത് സ്വതന്ത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ നിങ്ങളെൻ്റെ നാമത്തിൽ നിച്ച് കൂടുമ്പോ എൻ്റെ ഓർമ്മയ്ക്കുവീൻ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, സുതനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ ലയോ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മറഫേൽ മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും അതിരുപദിഷായ മെത്രാപ്പൊലീത്താക്ക് വേണ്ടി ഇരുപദിഷായ മർബോളി കണ്ണുകാട് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തെരുവോരങ്ങളെയും ജയിലുകളിൽ കഴിയുന്നവർ, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, നേരുന്ന കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, ഈ ബലിവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീരുകൾക്ക് വേണ്ടിയും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ കുർബാനയിൽ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനും ആഴപ്പെടുന്നതിന് വേണ്ടിയും യുദ്ധങ്ങൾ നടക്കുന്ന രാഷ്ട്രങ്ങളിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും എല്ലാ സമർപ്പിതർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ആത്മശക്തി ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് നിന്നെ ആശ്രദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പിലെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സകുരായത്തിൽ നവമായ ജീവിതനം കാരണമാകട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ആത്മാവാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവമേ മനുഷ്യപത്നിയെക്കുറിച്ച് നിരന്തരം പ്രകൃതിയുടെ അഭിഷേകത്തിന്റെ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. എന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണമേ. വരണേ. സജീവവും പരിശുദ്ധവും ജീവിതായും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധ ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നീയങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിനാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സർവ്വതരം നിറങ്ങിയതും
ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പുരോഹിത കരങ്ങളിൽ ഉയരുമേ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാൻ ആശയോടണയുന്നു ഞാൻ. പുരോഹിത കരങ്ങളിൽ ഉയരുമേ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാൻ ആശയോടണയുന്നു ഞാൻ. ദിവ്യകാരുണ്യ സ്നേഹമേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയനിർമ്മയം തേജസ്സേ അനുദിനം ആരാധന. പ്രാർത്ഥിക്കാം. ചെയ്തു പോയിട്ടുള്ള പാപത്തിൻ്റെ കറകളെല്ലാം കർത്താവിന് നിമിഷം കൊടുക്കാം. ദൈവമേ, ഇനി പാപത്തിലേക്ക് വീഴാതിരിക്കാൻ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എടുത്ത നല്ല തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മുടെ കുടുംബത്തെ കണ്ണുനീരുകൊണ്ട് സമർപ്പിക്കാം. എല്ലാ ഭയങ്ങളെയും അതിജീവിക്കുന്ന കർത്താവ് ഉദ്ധാനം ചെയ്തിരിക്കുന്നു. ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ, അസമാധാനങ്ങൾ, വഴക്കുകൾ, പിണക്കങ്ങൾ നടക്കുന്നവരെ സമർപ്പിക്കുന്നു. സ്വപ്നങ്ങളും നിയോഗങ്ങളുമായിട്ട് സമർപ്പിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവമേ, ഈ നിമിഷം കിടപ്പ് രോഗികളായിട്ടുള്ളവർ, പല സ്ഥലങ്ങളിൽ നിന്ന് വിശുദ്ധ കുർബാന കണ്ട് പ്രാർത്ഥിക്കുന്നവർ, സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റാതെ വേദനിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗ്ഗത്തിലേക്ക് ഇരുകരങ്ങളും ഇരുത്തി പിടിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. ലോകരക്ഷകനായ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാ സ്വർഗത്തിൽ അദൃശ്യനായ പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും ഗണപതിക്ക് ജീവനും കാരണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ ദിവ്യ
വരെയും കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാം നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെയും മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ധനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവപിതാവു തൻ സൂനുവാ പാവനാത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവ കൈവരിക്കാൻ സ്വർഗജീവിതം. അക്ഷയഭാഗ്യത്തിൽ ചേരുവാ ആത്മാവിൻ ശാന്തി തളിർക്കുവാ നിത്യമനുകരനാഗത്തിൽ നിസ്തുല സൗഭാഗ്യം തന്നിതാ. നവ്യമാൻ ജീവൻ പകർന്നിടും സന്ദേശമെന്നെന്നു മോത്തിട ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവ ജീവിക്കും. കുരിശാലെ മുദ്രിതരാ നിങ്ങൾ സർവവിപത്തുമകന്നിനി സംരക്ഷ പുൽകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ആശീർവാദം സ്വീകരിക്കുകയാണ്. ഉദിതനായ കർത്താവിനോട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പൂർണ്ണമായിട്ട് നിമിഷം സമർപ്പിക്കാം. കണ്ണുകളടച്ച് ഈ കർത്താവിൻ്റെ കരങ്ങളിലെ നമ്മുടെ എല്ലാ ഭയങ്ങളെയും വേദനകളെയും അകലതകളെയും ഒക്കെ സമർപ്പിക്കാം. ചേർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.